ഹലോ. അപ്പോൾ DLED നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നല്ലേ? കുറേ പേർക്ക് സംശയമുണ്ട് ആപ്ലിക്കേഷന്റെ കൂടെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സാണ് വെക്കേണ്ടതെന്ന്. എന്തൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ മസ്റ്റായിട്ട് SSLC സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ +2 സർട്ടിഫിക്കറ്റ്. +2 സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഓൺലൈൻ മാർക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, അത് കോപ്പി എടുത്ത് കൊടുത്താലും മതി. പിന്നെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്. SC ST കാസ്റ്റ് ആണെങ്കിൽ അവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. പിന്നെ OBC ആണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്, NCL. പിന്നെ EWS കാറ്റഗറി ആണെങ്കിൽ അവർക്ക് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. പിന്നെ വിമുക്ത ഭടന്മാര്, ജവാന്മാരുടെ ഭാര്യ, മകള്, മകനോ അവരെ ആരെങ്കിലും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ തഹസിൽദാറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജില്ലാ സൈനിക ബോർഡ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. പിന്നെ സ്പോർട്സ് കോട്ടയിൽ ആരെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ്. പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യ പുരസ്കാരം അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാരം നേടിയവരാണ് സർട്ടിഫിക്കറ്റ് വെക്കേണ്ടത്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ. പിന്നെ NCC NSS സർട്ടിഫിക്കറ്റുകൾ വെക്കണം. പിന്നെ കലോത്സവ സർട്ടിഫിക്കറ്റ്. ഡിസ്ട്രിക്റ്റിൽ പോയിട്ടുള്ളവർ, സ്റ്റേറ്റിൽ പോയിട്ടുള്ളവരും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അല്ല വെക്കേണ്ടത്, കോപ്പിയാണ് വെക്കേണ്ടത്. അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡിഗ്രി ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, PG ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കാവുന്നതാണ്. ഇതിൻ്റെ എല്ലാം കോപ്പിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ടൈമിൽ വെക്കേണ്ടത്. പിന്നെ നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കുമല്ലോ, അന്നേരമാണ് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ടുപോകേണ്ടത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് DLED കുറിച്ചുള്ള വീഡിയോസ് ഇനിയും കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനി ഞാൻ എൻ്റെ ഇന്റർവ്യൂ അനുഭവത്തിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.